അത് ശീലിച്ചിട്ടില്ല. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എണീക്കട്ടെ, അവൻ എന്നോട് എന്തൊക്കെയാ ചെയ്തത്, എന്തൊക്കെയാ അവൻ പറഞ്ഞിപ്പം നടക്കണത്, അങ്ങനെയൊക്കെയാണ് വിചാരം. അത് കഴിഞ്ഞ് മരിക്കുകയായി. എല്ലാവരും മരണത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ തയ്യാറാക്കണത് കാണുമ്പോഴോ അപ്പം സുഖമുണ്ടോ? നല്ല ഭക്ഷണം തരില്ല, നല്ല ദിക്കിൽ കിടക്കാൻ പറ്റില്ല, ഒക്കെ വയസ്സായവർക്കൊക്കെ പ്രത്യേക സ്ഥാനങ്ങളൊക്കെ ആയിരിക്കും. അച്ഛൻ വരണവരോടൊന്നും വർത്തമാനം പറയണ്ട, ഞങ്ങൾ ആയിക്കോളാം. മക്കൾ നല്ലത് വിചാരിച്ചിട്ടാ പറയണത്. പക്ഷേ അച്ഛൻ എന്താ വിചാരിക്കുക? അവൻ എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയിരിക്കണു നല്ല അച്ഛനമ്മമാർക്ക് തോന്നുക. ഇങ്ങനെ അപ്പം സമാധാനവും സന്തോഷവും ഉണ്ടോ? ഇല്ല. ഭരണം അങ്ങോട്ട് വിട്ടുകൊടുക്കുവോ? അതുമില്ല. അപ്പം അതാ പറയണത്, ഈ അഹങ്കാരം, ഞാൻ, എൻ്റെ എന്നുള്ള ഭാവം ഇങ്ങനെ രൂഢമൂലമായിരിക്കുമ്പോൾ മരിച്ചു പോകുമ്പോൾ സങ്കടം ഉണ്ടാവില്ലേ? സന്തോഷം ഉണ്ടാവുമോ? ഞാൻ ഇതൊക്കെ വിട്ടു പോണു, ഇതൊക്കെ ഞാൻ സമ്പാദിച്ചതാണ്, ഇതൊക്കെ ഞാൻ വിട്ടുപോണൂല്ലോ എന്നുള്ള സങ്കടമായിരിക്കുമോ? അപ്പോൾ പോയാലോ? പോണത് നരകത്തിലേക്കാ. ഭഗവാനെ സേവിച്ചിട്ടില്ല. നരകത്ത് പോയാൽ സുഖമുണ്ടോ? ഇല്ല. കൃന്ദനഞ്ചാവയവശോ ഗജാതിഭ്യോ എന്താ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അടുക്കളയിൽ ചെയ്യണതൊക്കെ നരകത്ത് ചെന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നുറുക്കുക, ചതയ്ക്കുക, അരയ്ക്കുക, വറക്കുക, അങ്ങനെ അയക്കണ്ട. ഇതൊക്കെ അവിടെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും അവർ, നമ്മളുടെ ശരീരം കൊണ്ട്. നമ്മളുടെ ശരീരം പോലെയല്ല അവിടെ യാതനാദേഹ, അതൊരിക്കലും നശിക്കില്ല. അപ്പം ഈ ദുഃഖം മുഴുവൻ അനുഭവിക്കണം. അതൊക്കെ കഴിഞ്ഞാലോ ധർമ്മരാജാവ് നല്ല ഉപദേശമൊക്കെ തന്ന് പറഞ്ഞേക്കും. ഇനി ഇങ്ങോട്ട് വരരുതേ, ഭഗവാനെ സേവിക്കണം, പൊക്കോളൂ എന്നും പറഞ്ഞ് ഒരമ്മയുടെ ഗർഭത്തിൽ കൊണ്ടുപോയി ഇരുത്തും. പിന്നെയും ഇതുപോലെ തന്നെ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. അത് പിന്നെ വെറുതെ എന്നാൽ നമുക്ക് നരകം വരണു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ധർമ്മരാജാവിനോട് ദേഷ്യം തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. കിട്ടിയില്ലെന്നു കഥിക്കുവാൻ വഴി തരാതെ കണ്ടു കാലൻ മിനക്കെട്ടെത്തിച്ചിതു 3 കത്തുകൾ മറന്നാലോ മരിക്കും കഥ. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ധർമ്മരാജാവ് 3 കത്ത് അയക്കുന്നുണ്ട് എന്നാണ്. എപ്പോഴാണ് 3 കത്ത്? അതോ എന്താ പിന്നെ ഒന്ന് തല നരയ്ക്കുക. തല നരച്ച് തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ലോഷനൊക്കെ ഉണ്ടാവും, അതൊക്കെ മേടിച്ച് തേക്കും. മുടിയൊക്കെ കറുപ്പിച്ച് വയസ്സായിട്ടില്ല എന്ന് നടിക്കും. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നയനം മങ്ങിയിടവേ കണ്ണ് കാണാണ്ടായി തുടങ്ങും. വരാറായി തുടങ്ങിയിട്ടോ, മരണം അടുത്തു തുടങ്ങിയിട്ടോ എന്ന് നമുക്ക് അറിവ് തരണതാ. അവിടെയൊന്നും ബുദ്ധി പോണില്ല. നയനം മങ്ങിയിടവേ, പല്ല് പോവുക, കണ്ണ് കാണാണ്ടാവുക, ഇതൊക്കെ വരുമ്പോൾ നമ്മളെ ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും വന്നിട്ട് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പോഴാണ് അവസാനം നമുക്ക് നരകത്തിലേക്ക് പോണ്ടി വരണത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇനി ഇതൊന്നും കൂടാണ്ട് യാഗമൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് പുറപ്പെടുന്നവരുണ്ട്. അവരുടെയും കഥ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടിയും പറഞ്ഞ് ദേവഹൂതിയുടെ മോക്ഷമാണ് പറയുന്നത്. നമോ ഭഗവതേ വാസുദേവായ.